ഹലോ, നമസ്കാരം ഗായ്സ്. ഞാനിന്ന് ഞാൻ പാകിയ ചീര പറിച്ച് നടാമെന്ന് കരുതി. കാരണം പറിച്ച് നടാൻ നേരം വൈകിയിരിക്കുന്നു. പക്ഷേ എന്നാലും ഇപ്പം നേരം കിട്ടിയപ്പോഴാണ് ഇപ്പം പറിച്ച് നടാമെന്ന് കരുതി. ഏകദേശം 4-5 ഇല പരിവമായി. രണ്ട് മൂന്ന് ഇല ആകുമ്പോഴത്തേനും പറിച്ച് നടണം. അപ്പം ഇപ്പം നടാമെന്ന് കരുതി. ഏകദേശം നല്ല തൈയാണ് ഇത്. ഏകദേശം നമ്മൾ നന കഴിഞ്ഞിട്ട് പറിച്ച് നടണം. എന്നാലേ നമുക്ക് ഇതുപോലെ വേര് പോവാതെ കിട്ടുകയുള്ളൂ. പിന്നെ വൈകുന്നേരം വേണം നടാൻ, അല്ലെങ്കിൽ വാടിപ്പോവും. അപ്പോൾ ഇതുപോലെ നമ്മൾ മണ്ണ് കൊടുക്കണേ പറിക്കണം, വേര് പോകരുത്. കണ്ടോ, ഇതുപോലെ പറിക്കണം. ഇത് നമ്മൾ പാകിക്കാണ്ട് പറിച്ച് നട്ടാൽ നല്ല ഉഷാറായിട്ട് കിട്ടും. നമുക്ക് കട്ട് ചെയ്തെടുക്കാനാണെങ്കിൽ ഇങ്ങനെ പാകിക്കാണ്ട് പറിച്ച് നടാൻ നല്ലത്. ഇന്ന് നല്ല അടിപൊളി നല്ല ഒരു കെട്ടിന് ഒരു മുരടന് മതിയാവും. അപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ടാവും. നമ്മൾ പാകിയോടൊക്കെ നിർത്തി കഴിഞ്ഞാൽ വല്ല ഇതുണ്ടാവില്ല. അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഒക്കെ പറിച്ച് നടാന്ന് കരുതി. ഉണ്ടോ, അതുപോലെ നല്ല മണ്ണ് കൊടുക്കാൻ പറിച്ചെടുക്കണം. മണ്ണ് പോരുത്, നനച്ചിട്ട് പറിച്ചാൽ നമുക്ക് കൈ കൊടുക്കാൻ ഇങ്ങനെ മണ്ണ് കൊടുക്കാൻ എടുക്കാം. ഇതുപോലെ വെറുതെ ശ്രദ്ധിച്ച് പറിച്ചെടുക്കണം. എന്നിട്ട് മണ്ണ് ഇങ്ങനെ അമർത്തി കൊടുത്താൽ നമുക്ക് അങ്ങോട്ട് വെച്ചുകൊടുത്താൽ മതി. അത് വേര് വന്നോളും. തൈ ഏകദേശം പറിച്ച് നടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇത് ഞാൻ 20 രൂപക്ക് വാങ്ങിയ ചീര വിത്താട്ടോ. അത് പാകിയപ്പോഴാണ് ഇത്ര തൈകൾ കിട്ടിയെനിക്ക്. വെയിലായതുകൊണ്ട് തൈകളൊന്നും പോയിട്ടില്ല. ഏകദേശം നല്ല തൈകളാണ്. ഉണ്ടോ, ഇതേമാതിരി പറിച്ചെടുക്കുക. ഉണ്ടോ, എന്നിട്ട് ഓരോന്നോരോന്നിങ്ങനെ ആക്കിയെടുത്താൽ മതി. മണ്ണ് കൊടുക്കണേ, വേര് പൊട്ടാൻ പാടില്ല. ഇതുപോലെ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് കണ്ടോ, ഇതുപോലെ പറിച്ചെടുത്തിട്ട് നമുക്ക് നടാം. ഇതെൻ്റെ റെയിൻബോ കോൺ നട്ട തറമേ തന്നെയാണ്. റെയിൻബോ കോൺ ഏകദേശം വിളവെടുക്കാറായിക്കണ്. അപ്പം നമുക്ക് ഇത് കുറച്ച് ഇതിന് കുറച്ച് തണൽ വേണം. 2 ദിവസത്തോളം തണൽ കിട്ടണം. 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിത് ഇതിൻ്റെ റെയിൻബോ കോണിൻ്റെ കമ്പത്തിൻ്റെ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ഉഷാറാവും. ഇപ്പം നമുക്കിതിന് തണൽ വേണം. അപ്പം ഇലയും ഇതൊന്നും കുത്തി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം വെയിലറച്ചാലും ഇതിന് തണൽ കിട്ടും. ഇതിൻ്റെ അടിയിലല്ല നമ്മൾ കുഴിച്ചിടേണ്ടത്, പ്രശ്നമില്ല. അപ്പോൾ നമുക്കിതിൽ നടാം. ഇത് റെയിൻബോ കോൺ നട്ട തറയാണ്. ഇത് ഏകദേശം നല്ല ഒരു വളവും കാര്യങ്ങളും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇതിനടിയിൽ നല്ല ജൈവവളവും കാര്യങ്ങളും പുല്ലും ഒക്കെ ചെത്തി നല്ല കൊടുത്ത ഇതാണ് വരമ്പാണ്. അപ്പോൾ ആണോ, അതുപോലെ നല്ല ഓതല്ല മണ്ണാണ്. കണ്ടോ, ഇതന്നെ കുറേ മുന്നേ പുല്ല് ചെത്തി കൂട്ടി മണ്ണിട്ടതാണ്. അപ്പം വെറുതെ നട്ടാൽ മതിയാവും. അങ്ങനെ വെറുതെ ഉണ്ടാവും ചീര. അപ്പം ഫുള്ള് ചീര നടാന്ന് കരുതി. ഇതുപോലെ നടുക. കണ്ടോ, ഇതുപോലെ വെറുതെ ഒന്ന് ഇതായി കൊടുക്കുക. അപ്പം നനക്കുമ്പം ഒന്നിന് നനച്ചാൽ മതി. എന്തായാലും നമ്മളെല്ലാതും നനക്കണം. അപ്പം നനൻ്റെ കൊടുത്ത് നടക്കും. അപ്പോൾ അത് റെയിൻബോ കോൺ കഴിയുമ്പോൾ നമുക്ക് ചീര വിളവെടുക്കാം. അപ്പോൾ ഓരോന്നോരോന്ന് അങ്ങനെ വിളവെടുക്കാം. ഐഡിയ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃഷി നല്ല ലാഭത്തിൽ ആക്കാം. അപ്പോൾ നമുക്ക് ഈ കോൺ കഴിയുമ്പോഴത്തേന് നമുക്ക് ചീര വിളവെടുക്കാം. കോൺ ഏകദേശം കണ്ടോ, ഏകദേശം നല്ല കോൺ ഏകദേശം ആയി. പറിക്കാറായിട്ടില്ല. ഒരാഴ്ച 2 കൊണ്ട് ഇപ്പോൾ പറിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് അതുപോലെ ചെയ്യാം. കണ്ടോ, ഇതിപ്പോൾ 2 ദിവസം മുന്നേ നട്ടതാണ്. ഏകദേശം നല്ല തെളുത്ത് വന്നു. കണ്ടോ, ഞാൻ കുറച്ച് വേണ്ടി ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുക ഈ റെയിൻബോ കോണിൻ്റെ. അപ്പോൾ ഒന്നുകൂടി വെയിൽ കിട്ടി ഉഷാറാവും. ഒന്ന് നല്ല തെളിഞ്ഞ് ഉഷാറായിട്ട് വരും. കണ്ടോ, ഇതുപോലെ ചെയ്യാം. കണ്ടോ, ഇത് ഞാൻ ഫസ്റ്റ് ചെയ്ത വരമ്പ് റെയിൻബോ കോൺ കുഴിച്ചിട്ട ചീരയാണ്. ഏകദേശം ഇത് 1 ദിവസമായി കുഴിച്ചിട്ടിട്ട് ഏകദേശം നല്ല തെളുക്കലെടുത്തി. കണ്ടോ, ഇതുപോലെ